ചെലവിട്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർമ്മിച്ച ഫിഷിംഗ് ഹാർബർ നോക്കുകുത്തിയായി മാറുന്നു. 150 കോടി രൂപ ചെലവഴിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബർ നിർമ്മാണം പൂർത്തീകരിച്ചത്. പിന്നീട് വന്ന ഇടത് സർക്കാർ 10 വർഷം ഇതിനെ തിരിഞ്ഞു നോക്കിയതുമില്ല. ഹാർബറിലേക്കുള്ള റോഡുകൾ ശക്തമായ കടലാക്രമണത്തിൽ തകർന്ന നിലയിലാണുള്ളത്. മഞ്ചേശ്വരം നിവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഹാർബർ വേണമെന്നത്. പക്ഷേ 5 വർഷത്തിലേറെയായി ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനം. നമ്മോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിലെ ഒരു ഹാർബറിന്റെ അവസ്ഥ? 5 വർഷത്തോളമായി ഈ ഹാർബർ ഉദ്ഘാടനം ചെയ്തിട്ട് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്ത് പല പ്രതീക്ഷയായി മുമ്പ് ഈ ഹാർബറും വരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇവിടുത്തെ ഡെവലപ്മെൻറ്റും ഇവിടുത്തെ വികസന കാര്യങ്ങളും എല്ലാം നാട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഹാർബർ ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ വലിയൊരു ഹെവി തോണി, അതുപോലെ ബോട്ട്, അങ്ങനത്തെ ഒരു സംഗതി അവിടെ ഇത് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനുള്ള വരുന്ന റോഡുകൾ ഈ മഴക്കാലത്തൊക്കെ അവിടെ മണ്ണ് കയറി ആ റോഡ് വർഷം ഈ തീരദേശത്തുള്ള കടൽ ഇങ്ങനെ കൊണ്ടുപോകും. ആ കൊണ്ടുപോയത് കൊണ്ട് ഈ ഹാർബർ വലിയ ഒരു കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് തോന്നുന്നില്ല. നാട്ടുകാരെ ആവശ്യം ഇതിനുള്ള ശക്തമായ ഒരു പരിഹാരം ഇനി നമ്മളെ ഭരണസമിതി കാണണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ അഭിപ്രായം. ഒരു നടപടിയും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർബറിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ബോട്ടോ തോണിയോ ഓടോ ഒന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ സർക്കാരിനോട് പറയാനുള്ളതെന്നില്ലെങ്കിൽ നമ്മൾ ഈ ഹാർബറിന് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ നാട്ടിലേക്ക് കൊണ്ട് നല്ലതെന്ന് ചെയ്തു തരണമെന്നാണ് നമ്മൾ പറയുന്നത്. കടലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മണ്ണ് പൊയ്യ അതിൻ്റെ അകത്ത് നിറഞ്ഞിട്ടുണ്ട്. പൊയ്യ പോലും എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ തോണിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ അവിടെ കടന്നിട്ട് വെള്ളത്തിൽ കടന്നിട്ട് വരണം. അവിടെ അങ്ങനത്തെ എല്ലാ അവസ്ഥയിലാണ് സാർ നമ്മൾ ഉള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നോക്കിക്കോളി, ഇത് റോഡാണ്, പോകുന്നത് വരുന്ന റോഡാണ്. ഈ റോഡിൽ കടലടിച്ചിട്ട് മൊത്തം റോഡിലേക്കാണ് മണ്ണ് വീട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ സാർ ഈ ഗവൺമെൻറ്? ഒരു പരിഹാരം നമുക്കില്ല. ഒന്നും പറ്റുന്നില്ല. ബോട്ടുകൾക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഫുള്ള് മണ്ണാണ്. ആ പുഴേൻ്റെ മണ്ണെല്ലാം ഇവിടെ വന്ന് മഴക്കാലത്ത് മണ്ണ് വീഴും. വെള്ളം കുറവ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. വെള്ളം ഏറ്റത്തിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് പോകാൻ പറ്റും. വെള്ളം കുറവിനൊന്നും പോകാൻ പറ്റുന്നില്ല. അതുമാതിരിയായിട്ടുള്ളത് ഈ ജെട്ടിയിൽ തോണിക്കാർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ബോട്ടുകൾക്ക് പിടിക്കാനുള്ള ജെട്ടിയാണ്, ഹൈറ്റുള്ള ജെട്ടിയാണ്. തോണി താഴാന്ന് നിൽക്കുന്നുണ്ട്, കുറേ അടിയിലാണ് നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ജെട്ടി കുറച്ചും ഫ്രണ്ടിലാക്കി താത്തി തരണം. എല്ലാം തോണിക്കാരെല്ലാം അവിടെയാണ് എല്ലാം ലാൻഡ് ചെയ്യുന്നുള്ളത്. ഒന്നും നടക്കുന്നില്ല. ഹാർബറിനായിട്ട് ഒരു ഉപകാരം ഇതിലില്ല. ഒരു പ്രയോജനമില്ല. ചെറിയ മഞ്ചിക്കാർക്ക് മീനും കൊണ്ട് വരാൻ പറ്റണില്ല. ഇവിടെ കാലാക്കാൻ കഴിയണില്ല. അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ആക്കണില്ല. പ്രവർത്തിക്കാൻ ഫുള്ള് മണലി ഇവിടുന്ന് എടുക്കണം. അവിടുന്ന് മണലെടുത്തല്ലാതെ ഒരു പ്രയോജനമില്ല. മഞ്ചേശ്വരം നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഇവിടെ ഒരു ഹാർബർ വേണമെന്നത്. പക്ഷേ 6 വർഷമായിട്ടും ഈ ഹാർബറിൽ കാര്യമായ പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ലാത്തൊരു ഹാർബറായി ഇത് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമാക്കണമെന്നൊരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. അതെ, കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.